ബീഹാറിൽ ബി.ജെ.പി. മുന്നേറുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഞെട്ടിക്കുന്ന ഒരു സംഭവം നടന്നിരുന്നു. ഒരു വലിയ അട്ടിമറി. അർദ്ധരാത്രി ആരും അറിയാതെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് ഒരു ലോറി എത്തുന്നു. അതിൽ നിറയെ ഇരുമ്പ് പെട്ടികൾ. വോട്ടെണ്ണൽ കേന്ദ്രത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഓഫാക്കിക്കൊണ്ട് ആർക്കു വേണ്ടി ആ ലോറിയെ അവിടെ എത്തിച്ചു? ഈ ചോദ്യമാണ് ബീഹാർ ഇലക്ഷനിൽ അലയടിച്ചു കേൾക്കുന്നത്. വോട്ടെണ്ണലിന് പിരിമുറുക്കമേറ്റി വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് അർദ്ധരാത്രി വലിയ ഇരുമ്പ് പെട്ടികളുമായി വന്ന ഇരുമ്പ് ട്രക്ക് RJD പ്രവർത്തകർ പിടികൂടിയപ്പോഴാണ് ഈ വിവരം ലോകമറിയുന്നത്. ഏത് രാഷ്ട്രീയക്കാർ ചെയ്തതാണെങ്കിലും വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് എത്തിയ ആ ഇരുമ്പ് പെട്ടി നിറച്ച ലോറി എന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. പുലർച്ചെ 2-ന് വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ CCTV ക്യാമറകൾ ഓഫാക്കിയ ശേഷം സ്ഥാനാർത്ഥികളെ ഏജന്റുമാരെയും അറിയിക്കാതെ പെട്ടികൾ നിറച്ച ലോറി വന്നത് വോട്ട് യന്ത്രങ്ങൾ മാറ്റിവെക്കാനാണോ എന്നാരോപിച്ച് RJD പ്രവർത്തകർ പാതിരാവിൽ വൻ പ്രതിഷേധമൊരുക്കി. നടപടി ഉണ്ടായില്ലെങ്കിൽ വോട്ട് ചോരി അഥവാ വോട്ട് കൊള്ള തടയാൻ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് ആയിരക്കണക്കിന് പ്രവർത്തകരുമായി മാർച്ച് നടത്തുമെന്ന് RJD നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ബീഹാർ 1ാം ഘട്ട വോട്ടെടുപ്പിൽ വോട്ട് ചെയ്തതിന്റെ 100 കണക്കിന് VVPAT സ്ലിപ്പുകൾ കണ്ടെത്തിയതിനു ശേഷമാണ് ഇരുമ്പ് പെട്ടികളുമായി പാതിരാവിൽ ലോറി വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് വന്നത്. വോട്ടെണ്ണൽ സമയത്ത് ക്രമക്കേടുകൾ പ്രതീക്ഷിച്ചിരുന്നെന്നും എന്നാൽ അതിനു മുൻപേ അട്ടിമറി ശ്രമങ്ങൾ നടന്നെന്നും ബീഹാറിന്റെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് കൃഷ്ണ അല്ലാവുരു കുറ്റപ്പെടുത്തി. വലിയ ഇരുമ്പ് പെട്ടികളുമായി ലോറി എല്ലാവരും ഉറക്കത്തിലായ നേരത്ത് പുലർച്ചെ 3-ന് CCTV ക്യാമറകൾ പ്രവർത്തനരഹിതമാക്കി സസറാമിൽ EVM സൂക്ഷിച്ച സ്ട്രോങ് റൂമിന് മുന്നിലെത്തിയതോടെയാണ് സംഘർഷാവസ്ഥയുണ്ടായത്. അതിന് 1 മണിക്കൂർ മുൻപേ സ്ട്രോങ് റൂമിന് മുന്നിലെ CCTVകൾ പ്രവർത്തനരഹിതമായതോടെ വോട്ട് യന്ത്രങ്ങൾ മാറ്റി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്ന് ആരോപിച്ച് RJD സ്ഥാനാർത്ഥികളും 100 കണക്കിന് RJD പ്രവർത്തകരും വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ എത്തി. വോട്ട് ചോർ ഗണ്ടി ജോർ മുദ്രാവാക്യങ്ങളുമായി പുലർച്ചെ 3-ന് ലോറി വളഞ്ഞ RJD പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി ലോറി പരിശോധിച്ച് വീഡിയോ പകർത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു. സംഘർഷാവസ്ഥ അറിഞ്ഞ് രോഹ്താസ് ജില്ലാ മജിസ്ട്രേറ്റും ജില്ലാ പോലീസ് സൂപ്രണ്ടും സംഭവസ്ഥലത്തെത്തി. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം നോക്കുമ്പോൾ ഭരണം തുടർന്നുകൊണ്ട് നിതീഷ് കുമാറിന്റെ NDA വിജയിച്ചിരിക്കുകയാണ്. 4-ൽ 3 എന്ന നിലയ്ക്കാണ് ഭൂരിപക്ഷം എത്തിയത്. ഇതുകൊണ്ടൊന്നും ഞങ്ങളെ തകർക്കാൻ കഴിയില്ല എന്നാണ് മഹാസഖ്യം ഒരേ സ്വരത്തിൽ പറയുന്നത്. എന്തായാലും ഇനി അങ്ങോട്ട് ബീഹാറിന്റെ അടുത്ത കാൽവയ്പ് എങ്ങനെയെന്ന് നമുക്ക് കണ്ടറിയാം.